ഹായ് കൂട്ടുകാരെ, വിശ്വവിഖ്യാത എഴുത്തുകാരൻ ശ്രീ ഒ.വി. വിജയൻ സാറിന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ പിറന്നത് എൻ്റെ നാടായ പാലക്കാട് പെരുവെമ്പെന്ന സ്ഥലത്തെ തസ്രാക്ക് എന്ന സുന്ദരമായ ഗ്രാമത്തിലാണ്. പലതവണ ഞാൻ ഈ തസ്രാക്കിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നെ വിവാഹം കഴിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് ബസ്സിലാണ് പോകാറ് മിക്കവാറും. ആ സമയത്ത് തസ്രാക്കിലെ വഴിയമ്പലം എന്ന ആ സ്ഥലം കാണും. ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ടില്ല. പലപ്പോഴായി വിചാരിക്കാറുണ്ട് ഞാറ്റുപുരയൊക്കെ ഒന്ന് പോയി കാണണമെന്ന്. എൻ്റെ നാട്ടിലായിട്ട് പോലും എൻ്റെ സുഹൃത്തായ കാസർഗോഡുള്ള വർഗീസ് സാറ് പോയി ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴാണ് എനിക്കും ഒന്ന് ഉള്ളിലേക്ക് കടന്നു ചെല്ലണമെന്ന് തോന്നിയത്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലാണ് ഞാൻ 5 വർഷം പഠിച്ചത്. ആ പഠിക്കുന്ന സമയത്താണ് ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുന്നത്. ലൈബ്രറിയിൽ നിന്നും എടുത്താണ് വായിച്ചത്. അന്നൊന്നും നോവലിനെ കുറിച്ച് ഒരു ആഴത്തിലുള്ള ഒരു ചിന്ത മനസ്സിലൂടെ കടന്നു പോയില്ല. പിന്നീട് വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ഗൃഹാതുരത്വമാണ് ആ നോവൽ വായിക്കുമ്പോൾ. 1-2 വട്ടം പിന്നീട് വായിച്ചു. എന്തായാലും ഞാറ്റുപുര സന്ദർശിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒ.വി. വിജയൻ സാറിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എങ്കിലും അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഊട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്ന ഒ.വി. വിജയൻ സാർ ജനിച്ചു വീണത് പാലക്കാട് ജില്ലയിൽ 1930-ലാണ്. അതും മാസം തികയാതെ. അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ 7-ാം മാസത്തിലാണ് പ്രസവിച്ചത്. അതുകൊണ്ട് തന്നെ ആരോഗ്യം കുറവായിരുന്നു വിജയൻ സാറിന്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ അദ്ദേഹം പഠിച്ചു. തുടർന്ന് ചെന്നൈ പ്രസിഡൻസി കോളേജിൽ നിന്നും മാസ്റ്റേഴ്സ് ഡിഗ്രി ഇംഗ്ലീഷിൽ കരസ്ഥമാക്കി. ദ സ്റ്റേറ്റ്സ്മാൻ, ദ പാട്രിയോട്ട്, ഷാങ്കേഴ്സ് വീക്കിലി, ദ ഹിന്ദു തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അദ്ദേഹം കാർട്ടൂണിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നോവലുകൾ, ചെറുകഥകൾ, കാർട്ടൂണുകൾ, അങ്ങനെ ധാരാളം കൃതികൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തി നേടിയത് ഈ നോവലായ ഖസാക്കിന്റെ ഇതിഹാസമാണ്. 2005 മാർച്ച് 30-നാണ് അദ്ദേഹം നമ്മെ വിട്ട് പോകുന്നത്. അതും പാർക്കിൻസൺ രോഗത്താൽ കഷ്ടപ്പെട്ട് ഹൈദരാബാദിൽ വെച്ച്. ശ്രീ ഒ.വി. വിജയൻ ഞാറ്റുപുരയിലേക്ക് വരികയും അവിടെ താമസിക്കുകയും അവിടെ ഇരുന്ന് ഈ ഒരു നോവൽ രചിക്കുകയുമാണ് ഉണ്ടായത്. അവിടെ ധാരാളം കഥാപാത്രങ്ങൾ ഇന്നും ഓർമ്മയായി നിലനിൽക്കുന്നുണ്ട്. അപ്പുക്കിളിയുടെ വീടും അറബിക്കുളവും ഒക്കെ ഞാൻ സന്ദർശിച്ചു. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യൂ ചാനൽ. സ്വർണ്ണ നിറത്തിൽ നീണ്ടു കിടക്കുന്ന നെൽക്കതിരുകൾ. പാലക്കാട് നെല്ലറ, കേരളത്തിൻ്റെ നെല്ലറ. വിളഞ്ഞു പഴുത്തു കിടക്കുന്ന നെൽക്കതിരുകൾ. ചില സ്ഥലങ്ങളിൽ കൊയ്ത്തു യന്ത്രം വന്ന് കൊയ്തെടുത്തിട്ടുണ്ട്. ഇത് വാമലക്കാടാണ്. വാമല അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കാട്. വർഷത്തിലൊരിക്കൽ ഇവിടെ ആളുകൾ കയറി അയ്യപ്പ ദർശനം നടത്താറുണ്ട്. ഈ കാടിന്റെ ഇടയിലൂടെ ഒരു ടാറിട്ട റോഡുണ്ട്, നീണ്ടു കിടക്കുന്ന റോഡ്. ഈ റോഡിലൂടെ വേണം എൻ്റെ വീട്ടിലേക്ക് എത്താൻ. നല്ല ചൂടാണ് ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ അനുഭവപ്പെടുന്നത്. കത്തുന്ന ചൂട്. ചിലയിടങ്ങളിലൊക്കെ തീ കത്തുന്നുമുണ്ട്. മരങ്ങളെല്ലാം തന്നെ നിശബ്ദമായിരിക്കുകയാണ്. പാറയിലൊക്കെ നിന്നാൽ നമ്മൾ ഉരുകി ഒലിക്കും. അത്ര ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഞാറ്റുപുരയിലേക്ക് പോകാനാണ്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന ഒ.വി. വിജയൻ സാറിന്റെ നോവലിലെ ഞാറ്റുപുര സന്ദർശിക്കാനാണ്. എൻ്റെ വീട്ടിൽ നിന്നും 20 മിനിറ്റ് സഞ്ചരിച്ചാലേ പെരുവെമ്പെന്ന സ്ഥലം എത്തുകയുള്ളൂ. പെരുവെമ്പിലാണ് തസ്രാക്ക് എന്ന സുന്ദരമായ ഗ്രാമം കിടക്കുന്നത്. ചിതലിമലയുടെ താഴ്വാരം, പാലക്കാടൻ ചുരത്തിന്റെ അടുത്ത്. മനോഹരമായ പ്രകൃതി സുന്ദരമായ കാഴ്ചകളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു വേനൽ ചൂടിനെ അകറ്റാൻ എന്ന വണ്ണം ഒരു ചെറിയ
കള്ള് ഷോപ്പും കൂമങ്കാവിലുണ്ട്. കൂമങ്കാവിലാണ് ഇതിലെ പ്രധാന കഥാപാത്രമായ രവി വന്നിറങ്ങുന്നത്. തുടർന്ന് അങ്ങോട്ട് നോവലിൽ രവിയുടെ വിവിധ കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നതും അവിടെ സംഭവിക്കുന്ന കഥയുമാണ് നോവലിൽ വരച്ചു കാട്ടുന്നത്. ഇതാ പോകുന്ന സമയത്ത് കാടിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വേനൽ മഴയിൽ അത് കെട്ടുപോയിട്ടുണ്ടാവും. ഇപ്പോൾ കാറ് നേരെ പോകുന്നത് തസ്രാക്കിലേക്കാണ്. ചില പാടങ്ങളൊക്കെ പഴുത്തു തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു ചെറിയ കൈത്തോടൊക്കെ കഴിഞ്ഞു വേണം കൂമങ്കാവിലേക്ക് എത്താൻ. ചെറിയ ഒരു റോഡാണ്. വാഹനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇതാണ് കള്ള് ഷോപ്പ്. ഒരു ആൽമരവും ഉണ്ട്. ഇത് കടന്നു വേണം തസ്രാക്കിലേക്ക് എത്താൻ. വഴിയമ്പലം എന്ന് പേരിട്ടിരിക്കുന്നു കവാടത്തിൽ. വഴിയമ്പലത്തിലൂടെ വേണം തസ്രാക്കിലേക്ക് പോവാൻ. റൈറ്റിലേക്ക് ഒരു റോഡാണ് ഇവിടുന്ന്, ഈ സ്റ്റോപ്പിൽ നിന്ന്. ആ റോഡിലൂടെയാണ് ഇതാ പോകുന്നത്. നേരെ പോയാൽ പാലക്കാട്ടിലേക്ക് പോകാം. പാലക്കാട് ടൗൺ എത്തും. വഴിയമ്പലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ വഴിയമ്പലത്തിലെ ആ കുഞ്ഞു റോഡിൽ കൂടെ ഞാനങ്ങനെ പോവുകയാണ്. ഇവിടെ ടാറൊന്നും ഇട്ടിരുന്നില്ല നോവൽ എഴുതുന്ന സമയത്ത്. മണ്ണിട്ട ഇടവഴിയായിരുന്നു. ഈ കാണുന്നത് ഒരു തോടാണ്. തോട്ടിലിപ്പോൾ കുറച്ചൊക്കെ വെള്ളമുണ്ട്. മഴയായി കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം നിറഞ്ഞ് തോടൊഴുകും. ഇവിടുന്ന് കുറേയധികം പോണം ഞാറ്റുപുരയിലേക്ക് എത്താൻ. അപ്പോൾ കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ റൈറ്റിലേക്ക് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു, OV വിജയൻ സ്മാരകമെന്ന്. അങ്ങനെ അവിടേക്ക് ഞങ്ങൾ ഇതാ എത്താറായിക്കൊണ്ടിരിക്കുന്നു. നല്ല ഒരു കാഴ്ചയാണ്. രണ്ടു ഭാഗത്തും പാടങ്ങളും ചെറിയ ചെറിയ വീടുകളും ഇങ്ങനെ കാണാനുണ്ട്. ചിലയിടത്തെല്ലാം റോഡ് പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കാർ അങ്ങോട്ട് ചെല്ലുന്നില്ലെന്ന് എനിക്ക് ഇങ്ങനെ തോന്നി. പല കാറുകളും തിരിച്ചു വരികയാണ്. അപ്പോൾ അവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ ഒരു ഭാഗത്ത് നിർത്തി നിങ്ങൾക്ക് നടന്നു പോയി കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഖസാക്ക് എന്ന ഈ സ്ഥലത്ത് എത്തി. ഖസാക്ക് എന്ന് പേരിട്ടിട്ടുള്ള OV വിജയൻ സ്മാരകത്തിലേക്ക് എത്തി. ഈ പോകുന്നത് ഈ ഇടവഴി അറബിക്കുളത്തിലേക്കാണ്. രണ്ടു വശത്തും നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നനയ്ക്കുന്നുണ്ട്. ഇതാ അറബിക്കുളത്തിൻ്റെ അടുത്തേക്ക് വന്നു. കഥയിലെ കുളമാണ്. കഥ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അതിപ്പോൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ കുളം ഒരു ഓർമ്മയാണ്, വിങ്ങുന്ന ഓർമ്മ. ഞാനൊക്കെ കുളത്തിലാണ് കുളിച്ചത് ഒരുപാട് കാലം. അപ്പിക്കിളിയുടെ വീടാണിപ്പോൾ കണ്ടത്. അപ്പിക്കിളിയുടെ വീട്ടിൽ നിന്ന് അടുത്ത് തന്നെയാണ് ഈ ഞാറ്റുപുര. ഈ ഞാറ്റുപുരയിലേക്ക് ഞാൻ ഈ വെയിലത്ത് വന്നതിൻ്റെ ക്ഷീണം തീർത്ത് കുറച്ചു നേരം അവിടെ ഇരുന്നു. 3 വഴിയാണ് ഇവിടേക്ക്. സാറിൻ്റെ വലിയൊരു ഫോട്ടോ തന്നെ 3 വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. വടിയൊക്കെ പിടിച്ച്. ഈ നടുക്ക് കാണുന്ന റൂം തുറന്നിട്ടില്ല. 2 വരാന്തകളാണ്, കോലായകളാണ്, ഉള്ളിൽ കോലായകളാണ് കണ്ടത്. അവിടെ അദ്ദേഹം വരച്ച ധാരാളം കാർട്ടൂണുകൾ ഞങ്ങളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. ധാരാളം ഫോട്ടോസ് ഇങ്ങനെ ഈ ഒരു റൂമിൽ വച്ചിട്ടുണ്ട്. ഞാനത് ഓരോന്നും ഇങ്ങനെ നിരീക്ഷിച്ചു. ഞാനും ഇങ്ങനൊരു വീട്ടിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കടന്നു വന്നു. കണ്ണിൽ എനിക്ക് വെള്ളം വന്നുപോയി, കരഞ്ഞുപോയി. പിന്നെ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ നോക്കി അങ്ങനെ മറുവശത്തേക്ക് നടന്നു. അവിടെയും ഇതുപോലെ ഒരു റൂമാണ്. റൂമെന്ന് പറയാൻ പറ്റില്ല, ഒരു താഴ്വാരം. താഴ്വാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ്. അദ്ദേഹത്തിനെ സന്ദർശിച്ചിട്ടുള്ള പ്രശസ്ത ആളുകളുമായിട്ടുള്ള ഇൻ്റർവ്യൂ, അതിൻ്റെയൊക്കെ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. മാധവിക്കുട്ടിയും അതിലുണ്ട്, സാഹിത്യകാരി. അങ്ങനെ പല വിശിഷ്ട വ്യക്തികളും അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസാണ് അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്.
നോവലിൻ്റെ ആ ഒരു ഭാഗങ്ങൾ എല്ലാം തന്നെ ഓർമ്മ വരികയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ഹാളുണ്ട്, അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിമ മുന്നിൽ തന്നെ ഉണ്ട്. ഞാറ്റുപുര നല്ല തണുപ്പിലാണ് ഇരിക്കുന്നത്. തൂണുകളൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് കുറച്ചു നേരം വിശ്രമിക്കാനൊക്കെ തോന്നും, ഇങ്ങോട്ട് വരാൻ തോന്നില്ല. നല്ല തണുപ്പാണ് അവിടെ അനുഭവപ്പെട്ടത്. നല്ല പോലെ ഇത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു. നമുക്ക് ഇത് കണ്ട ശേഷം വീണ്ടും ആ നോവൽ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ ഈ ഞാറ്റുപുരയൊക്കെ സന്ദർശിച്ച് അവിടുന്ന് മടങ്ങി. തേവാരത്ത് ശിവരാമൻ നായരുടെ ഞാറ്റുപുരയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. അവിടെയാണ് കുറ്റബോധത്താൽ നീറിപ്പിടയുന്ന മനസ്സുമായി കൂമങ്കാവിൽ ബസ്സിറങ്ങി വന്ന രവി ഏകാധ്യാപകനായി കുട്ടികളെ പഠിപ്പിച്ചത്. ഏകാധ്യാപക വിദ്യാലയത്തിൽ കുറേ കാലം രവി കുട്ടികളെ പഠിപ്പിച്ചു. ആ കുട്ടികളുടെയൊക്കെ പ്രത്യേകതകളും വിശേഷങ്ങളും നോവലിൽ വിശദമായി തന്നെ ഉണ്ട്. തമിഴിലുള്ള ഡയലോഗുകൾ ആദ്യമൊന്നും നമുക്ക് മനസ്സിലാവുകയില്ല. പിന്നീട് നമ്മൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ നല്ല ഒരു ഭംഗിയാണ് ആ ഭാഷയ്ക്ക്. ഇതിലെ ഓരോ കഥാപാത്രവുമായി രവിക്കുള്ള ബന്ധം വളരെ രസകരമായി തന്നെ ഗൗരവമായി തന്നെ ഒ വി വിജയൻ സാർ ഇതിൽ രചിച്ചിട്ടുണ്ട്, കുറിച്ചു വച്ചിട്ടുണ്ട്. ഇതിലെ കഥാപാത്രങ്ങളായ അള്ളാപ്പിച്ച മൊല്ലാക്ക, മകളായ മൈമൂന, കുപ്പുവച്ചൻ, മാധവൻ നായർ, അപ്പുക്കിളി, നൈസാമലി, അങ്ങനെ പോകുന്നു കഥാപാത്രങ്ങൾ. കുറേയൊക്കെ അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്ന അന്ധവിശ്വാസങ്ങളും ഈ നോവലിൽ പറയുന്നുണ്ട്. പ്രേതങ്ങളുടെ വരവ്, 1001 കുതിരകൾ, പാണ്ടൻ കുതിരയുടെ മുകളിൽ യാത്ര ചെയ്യുന്ന ഷെയ്ഖ് തങ്ങൾ, ഇവരുടെയൊക്കെ കഥ അള്ളാപ്പിച്ച മൊല്ലാക്ക ഓത്തുപള്ളിയിലിരുന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം രവി കേട്ടു. ആദ്യമൊക്കെ രവിയെ അവിടെയുള്ളവർ തടഞ്ഞു, ഇവിടെ ഇങ്ങനൊരു വിദ്യാലയം വേണ്ട. പിന്നീട് അവരെല്ലാം വേണമെന്ന് പറഞ്ഞ് കുട്ടികളെയൊക്കെ അവിടെ കൊണ്ട് ചേർക്കുകയാണ് ഉണ്ടായത്. കുട്ടികൾക്കെല്ലാം രോഗങ്ങൾ പിടിപെടുന്നതും രവിയുടെ പഠിപ്പിക്കുന്ന രീതിയും ഒക്കെ നോവലിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. മലക്കുകൾ പോലും മോഹിച്ചു പോകുന്ന സൗന്ദര്യമാണ് മൈമൂനയ്ക്ക്, അള്ളാപ്പിച്ച മൊല്ലാക്കയുടെ മകൾ. മൈമൂനയെ അനാഥനായ നൈസാമലി മോഹിച്ചു. പക്ഷേ അള്ളാപ്പിച്ച മൊല്ലാക്ക മകളെ നൈസാമലിക്ക് കൊടുത്തില്ല. മുങ്ങാങ്കോഴി എന്ന ഒരു ശുക്രു രാവുത്തനാണ് മൈമൂനയെ വിവാഹം ചെയ്തു കൊടുത്തത് അള്ളാപ്പിച്ച മൊല്ലാക്ക. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഓർത്തത് അമരം എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ അവസ്ഥയാണ്. മണൽത്തരികളെ നെഞ്ചോട് ചേർത്തി സ്വന്തം കാമുകിയെ മറ്റൊരാൾ കൊണ്ടുപോകുന്നത്, തൻ്റെ എന്ന് വിശ്വസിച്ച പെണ്ണിനെ മറ്റൊരാൾ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകുമ്പോൾ ആ കടലമ്മയോട് പറയുന്ന സങ്കടം, അതൊക്കെ ഓർമ്മ വന്നു. രവിയുടെ അഭിനിവേശം അടങ്ങിയതേയില്ല. പിന്നീടും പല പല തെറ്റുകളിലേക്ക് രവി പോകുന്ന കാര്യങ്ങളാണ് പിന്നീട് നോവലിൽ ഇങ്ങനെ കുറിച്ചു വെച്ചിട്ടുള്ളത്. പിന്നീട് നൈസാമലി വിപ്ലവകാരിയായി തീർന്നു. രവി അവിടം വിട്ട് പോവുകയാണ്. തിരിച്ച് എങ്ങോട്ടെന്നില്ലാതെ അവൻ കൂമങ്കാവിൽ ബസ് സ്റ്റോപ്പിൽ തന്നെ തിരിച്ചെത്തുകയാണ്. കഥ തുടങ്ങിയിടത്ത് തന്നെയാണ് കഥ അവസാനിപ്പിക്കുന്നതും. അശാന്തിയുടെ മഴയാണ് പെയ്തത്. അതിൽ സർപ്പത്തെ കാണുകയും സർപ്പത്തിൻ്റെ അടുത്തേക്ക് കാല് നീട്ടി കൊടുക്കുകയും ചെയ്തു. ബസ്സിൻ്റെ വരവും കാത്തിരിക്കുന്ന രവി മരിച്ചു എന്നാണ് വായനക്കാർ നിഗമനത്തിലെത്തുന്നത്. സുന്ദരമായ ഒരു കഥ, പലതും നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കഥ. ഈ നോവൽ ഒരു തവണ വായിച്ചാലൊന്നും മനസ്സിലാവുകയില്ല. കുറേയൊക്കെ തമിഴ് ഡയലോഗ് ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ അവിടുത്തെ നാട്ടുഭാഷ, പാലക്കാടൻ മുസ്ലിങ്ങൾ വേറൊരു സ്റ്റൈലിലാണ്, സ്ലാങ്ങിലാണ് പറയുന്നത്. ഈ നോവലിലെ കഥാപാത്രങ്ങളൊന്നും തന്നെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല, മായാതെ അവിടെ നിൽക്കുകയാണ്.
ഞാൻ ജനിച്ചു വളർന്നതും ഈ പാടങ്ങളും ഞാറ്റുപുരിയും ഒക്കെ ഉള്ള ഒരു ചുറ്റുപാടിലായതിനാൽ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ഈ നോവലിനോട്. രവി എന്ന ചെറുപ്പക്കാരൻ അവൻ അനുഭവിച്ച സാഹചര്യങ്ങളാണ് ഈ നോവലിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അവൻ്റെ അമ്മ ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു. ഗർഭിണിയായ അമ്മയുടെ വയറിൽ ചാരിയിരുന്നു കൊണ്ട് അവൻ്റെ അമ്മ അവനെ വിളിക്കുന്ന ഒരു വരിയുണ്ട്, നക്ഷത്രക്കുട്ട. അതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ വെള്ളം വന്നു പോകും. രവി അങ്ങനെ ആയിത്തീരാൻ കാരണം അവൻ്റെ സാഹചര്യങ്ങളായിരുന്നു. ഇതൊരു ട്രാജഡിയാണ്. നമുക്ക് സന്തോഷം നൽകുന്ന ഒരു നോവലല്ല. പക്ഷേ പലതും ആഴത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഭാഗങ്ങളാണ് ഇതിലുള്ളത്. ഓരോ സാഹചര്യങ്ങളാണ് ഓരോരുത്തരെയും ഓരോ സ്ഥലത്തു കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഞാൻ ഈ നോവൽ വായിച്ച് എത്തിച്ചേർന്നത്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തും. അള്ളാപ്പിച്ച മൊല്ലാക്കിയും മൈമൂനിയും അപ്പുക്കിളിയും ഒന്നും മനസ്സിൽ നിന്നും മായാത്ത കഥാപാത്രങ്ങളാണ്. അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ നോവൽ വായിക്കും.